സജന ഫിറോസ് അവിഹിതം യൂണിവേഴ്സ് ഇതില് ഡെയിലി കഴിയുന്നതനുസരിച്ച് ആൾക്കാര് കൂടിക്കൊണ്ട് വരുവാണ്. സജനേനെ തുറന്നു കാണിക്കാൻ കുറെ ആൾക്കാര്, ഫിറോസിനെ തുറന്നു കാണിക്കാൻ കുറെ ആൾക്കാര്. ശരിക്കും ഇതും ഒരു സീരിയൽ ആയിട്ട് നമുക്ക് അങ്ങ് തുടങ്ങാം. സജന ഫിറോസ് അവിഹിതം സീരിയൽ കൊള്ളാല്ലേ? നല്ല പേരും നല്ല വ്യൂസും കിട്ടും. കുടുംബ പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അമ്മാതിരി കഥകളാണ് ഓരോ ദിവസം കഴിയുന്നതനുസരിച്ച് പുറത്തു വരുന്നത്. ബിഗ് ബോസ് വേണ്ട ഇപ്രാവശ്യം ഇവരുടെ അവിഹിതം യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയൽ തുടങ്ങുക. നല്ല റേറ്റിംഗ് ആയിരിക്കും. ഫിറോസ് ഖാന്റെ കുറച്ച് വീഡിയോസ് ഉണ്ട്. എന്താ വിനിയും, എന്താ പാവം, എന്താ പറയാ, എന്തെല്ലാം ആവട്ടെ, വീഡിയോ കേക്കാം. ഞാനൊരു വീഡിയോ ഇട്ടാൽ ഒരിക്കലും എനിക്ക് വിജയിക്കാനോ ഒന്നോ എത്ര ചെല്ലിയാണ് ഒരു മനുഷ്യൻ ക്ഷമിക്കുന്നത്. അപ്പോൾ ഒരു 10 വർഷം വരെ വേദനിപ്പിച്ചിട്ട് വീണ്ടും നമ്മൾ പോകുമ്പോൾ വീണ്ടും മറ്റുള്ളവരുടെ സുഹൃത്തുക്കളുടെയൊക്കെ മുഖം രക്ഷിക്കാൻ നമ്മുടെ തലയിലൂടെ നമുക്ക് ചേർക്കുന്നതുകൊണ്ടാണ് ആ വീഡിയോ ഇട്ടത്. അല്ല അതിലൊരു വിജയമല്ല. ഇപ്പോഴും ഏകദേശം ആ വീഡിയോ വന്നതിന് ശേഷം, കല്യാണ വീഡിയോ വന്നതിന് ശേഷം ഇപ്പോഴും ഞാൻ തിരിച്ച് എൻ്റെ ലൈഫിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഇപ്പോൾ ഇത് വീണ്ടും വരാൻ കാര്യം ബാക്കിയത് തന്നെയാണ്. വീണ്ടും ഒരു ഗതികേട് വീണ്ടും വന്നിട്ട് വായിത്തോന്നി എന്തൊന്ന് വിളിച്ചു പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് അവിടെ കുറച്ച് സ്ത്രീകളെ കുറിച്ചും ഒരു കുട്ടിയെ കുറിച്ചും ഒക്കെ ഞാൻ സെക്സ് ചെയ്യുന്ന രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞ ഏതെങ്കിലും സ്ത്രീയായിട്ട് സെക്സ് ചെയ്യുകയോ അതുപോലെ ഫ്രണ്ട്ഷിപ്സും കാര്യങ്ങളും അങ്ങനെ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അതാണ് തെളിയിക്കുകയാണെങ്കിൽ കെട്ടിപ്പിടിച്ച് കൈ പിടിച്ച് കൊണ്ടുപോയി കയ്യിൽ ഉമ്മ വെച്ച് പിന്നെ ഫ്രഞ്ച് ചെയ്തു, ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞുകൊണ്ട് കല്ല് ഞങ്ങൾ കൊണ്ടുവരണോ അതോ ഫിറോസ് ഖാൻ തരുവോ, അതോ ഞങ്ങൾ കല്ലും കൊണ്ട് വരുമ്പോ ഞങ്ങൾക്ക് എവിടെയാണോ പറയുന്നത് അവിടെ വന്ന് നിന്ന് തരുവോ? പിന്നെ അവർ ഓഡിയോ ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. ഇവിടെ എന്നെ കുറിച്ചുള്ള അലിഗേഷൻസ് എല്ലാം പറഞ്ഞു ഇട്ടതിന് ശേഷം ഞാൻ അന്ന് കണ്ടിട്ട് വിളിച്ചിട്ട് ഞാൻ അവർക്ക് കാര്യമില്ല, ആ ഓഡിയോ ആ വീഡിയോ പറഞ്ഞു. എന്നിട്ട് ആ 17 കാര്യം അങ്ങനെയല്ല, നീ അത് ട്രാക്ക് ചെയ്ത് ജനങ്ങളോട് ഒരു വീഡിയോ ഇല്ലെങ്കിൽ ഞാൻ മരിക്കുന്നില്ല പറഞ്ഞ കാര്യമാണ്. പക്ഷെ അത് അവിടെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് ആ ഒരു കാര്യത്തിലേക്ക് ഒറ്റ ഒരു കാര്യത്തിലേക്ക് മൊത്തം ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞതാണ്. എന്നിട്ട് ആ ഡിലീറ്റ് ചെയ്തിട്ട് ആ ഈ ബോക്സോടെ എങ്കിലും നീ ആ 17 വയസ്സോടെ എങ്കിലും നീ വന്ന് ക്ലാരിറ്റി അവൾ പറഞ്ഞു ഉമ്മക്കത്തിന്റെ കാര്യം തോന്നുന്നു അങ്ങനെ എന്തൊക്കെ കഥ പറഞ്ഞു. അടുത്തൊരു ലക്ഷം വരികയാണ് അപ്പോഴത്തേക്ക് അക്കമാക്കിയും ആ സംഭാഷണത്തിനിടയ്ക്ക് സജന പറഞ്ഞത് കള്ളം. പക്ഷേ ഈ വോയിസിന്റെ പൂർണ്ണ രൂപം ഫിറോസിന്റെ കയ്യിലുണ്ടാവില്ലല്ലോ. അപ്പൊ ഫിറോസിന് ഇങ്ങനെ വന്ന് ന്യായീകരിക്കുന്നതിന് പകരം അതങ്ങ് പുറത്തേക്ക് വിട്ടാ പോരെ, ഇതാണ് ഞങ്ങൾ സംസാരിച്ചതിന്റെ പൂർണ്ണ രൂപം എന്ന് പറഞ്ഞിട്ട്. എന്തിനാ ഇങ്ങനെ വന്ന് മെഴുകുന്നേ? ഇത്രയും 10 വർഷം ഒരു മനുഷ്യരായിട്ട് നശിപ്പിച്ച് അവന്റെ ജീവിതമില്ല എന്ത് ചെയ്യുന്നത്. എനിക്ക് വീണ്ടും വന്നു നീ എന്തായാലും വിജയിച്ചിരിക്കുന്നതാണ്. വീണ്ടും വന്ന് റസൂലിനെ രക്ഷിക്കുന്നു. ഇത് റസൂലിന്റെ കളി തന്നെയാണ്. ഉദ്ദേശിക്കുന്ന കംപ്ലീറ്റ് അവനാണെന്ന് അറിയാം. അവരൊരിക്കലും പുറത്തു വരുത്തില്ല. ആ സജിനെ വെച്ച് കളിച്ചു. നേരെ തിരിച്ചാ, സജിനെയാണ് റസൂലിനെ ആണേലും ഫിറോസിനെ ആണേലും ഇട്ട് കളിപ്പിക്കുന്നതെന്നാണ് തോന്നുന്നത്. കാരണം അമ്മാതിരി കയ്യിലിരിപ്പാണ് ആ പെണ്ണുമ്പിള്ളയുടെ. വീട്ടിൽ വരെ കയറ്റാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. നിന്റെ കൂട്ടുകാരികൾ ആ ദിയാസനെ പുറത്തു വരത്തില്ലെന്നാണ്. അവളൊന്നും ജീവിതത്തിൽ ചെയ്യാത്ത കാര്യങ്ങൾ നീ പറയുമ്പോൾ അവള് പുറത്തൊന്നും പറയത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. ആ ഇന്റർവ്യൂല് സജന പറഞ്ഞൊരു കാര്യമുണ്ട് ദിയാസനയുടെ മരുന്നടിനെ കുറിച്ചിട്ട്. അതിനെതിരെ ദിയാസന വന്നിട്ടുണ്ട്. ഈ ഒരു ഇന്റർവ്യൂ കാരണം ഓരോരുത്തരെയും വലിച്ചഴച്ച് ഇപ്പം എല്ലാരും കൂടെ സജനക്ക് നേരെ തിരിഞ്ഞുകൊണ്ടിരിക്കുവായി. ഈ പെണ്ണുമ്പിള്ളേക്ക് വല്ല ബോധമുണ്ടോ? ഇന്നലെ മറുനാടൻ മലയാളി ചാനലിനകത്ത് സജന നൂർ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 മണിക്കൂർ വരുന്ന ഒരു ഇന്റർവ്യൂ ആണ്. അതിനകത്ത് മുഴുനീളം അവരും ഫിറോസും റസൂൽ പൂക്കുറ്റി ആയിട്ടുള്ള വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്നെ പറ്റിയിട്ട് ഒരു അലിഗേഷൻ വന്നു. അപ്പം മറുനാടൻ മലയാളി ചാനൽ എനിക്കെതിരെ നിൽക്കുന്ന ഒരു ചാനലാണ്. പണ്ട് മുതലേ അവർക്ക് ഇതിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ അയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്, ഷാജൻ സനയ്ക്കെതിരെ. സ്വാഭാവികമായിട്ടും അതിന്റെയൊക്കെ നല്ല രീതിയിലുള്ള പ്രശ്നം ആ ചാനലിൽ എൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുഴുനീളം വീഡിയോയിലെ ഒരു പോയിന്റായ ഞാൻ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ഒരു തംബ്നെയിലൊക്കെ വെച്ചിട്ടാണ് ഈ വീഡിയോ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ രാത്രി തന്നെ ഞാൻ പോയി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഞാനിപ്പം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി എടുത്തു. അപ്പൊ ഡീഫോമേഷൻ സ്യൂട്ട്
ഫയൽ ചെയ്തു. അപ്പൊ അതിന്റെയൊക്കെ കുറച്ച് തിരക്കുകളിലാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും വിശദമായിട്ടുള്ള വിവരം തരും. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എസ്പെഷ്യലി എനിക്ക് റസൂൽ പൂക്കുട്ടി അതുപോലെ സജ്ന ഇവരെ രണ്ടുപേരെയും ബന്ധപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് സംസാരിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പൊ എന്തായാലും ഞങ്ങളെയൊക്കെ പിടിച്ചിട്ടിരിക്കുന്നു. ഇതൊക്കെ വെളിയിൽ വരാതിരിക്കാൻ മേ ബി ഞങ്ങളെയൊക്കെ അടപ്പിക്കാന്ന് വിചാരിച്ചിട്ടായിരിക്കാം, എല്ലാത്തിനെയും കൂടെ കുറെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരും എന്നുള്ള ഭയം കൊണ്ടിട്ടായിരിക്കാം മേ ബി ഞങ്ങളെയൊക്കെ നെഞ്ചത്തോട്ട് ഇങ്ങനെയുള്ള അലിഗേഷൻ ഒക്കെ വെച്ചെന്നേക്കുന്നത്. ഇനിയും വരാനുണ്ടെന്ന് അർത്ഥം. എന്റെ പൊന്നെ, ഞാൻ പറഞ്ഞില്ലേ നമുക്കിതൊരു സീരീസ് ആയിട്ട് തുടങ്ങാം, അല്ലെങ്കിൽ സീരിയൽ ആയിട്ട് തുടങ്ങാം. ഇതാകുമ്പോ ഒരുപാട് എപ്പിസോഡ് പോടെ, അത്രയൊക്കെ ഉണ്ട് കഥകള്. എല്ലാവർക്കും അറിയാം ഞാൻ ഡ്രഗിനെതിരെ സംസാരിക്കുന്ന ഒരാളാണ്. എഗെയിൻസ്റ്റ് ഡ്രഗ് എന്നുള്ള രീതിയിൽ മുദ്രാവാക്യം വരെ വിളിച്ചിട്ട് സമരം നടത്തിയിട്ടുള്ള ആളാണ്. ഇപ്പൊ പോലും ഈ പറഞ്ഞ ഈ റീസെന്റ് നടന്ന തൂഫാൻ ഇഷ്യൂകളിലൊക്കെയും പ്രതികരിച്ചിട്ടുള്ള, സംസാരിച്ചിട്ടുള്ള ഈ ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അങ്ങനെ ഇരിക്കുന്ന എന്നെ ഞാനൊരു ഡ്രഗ് ഡീലറാണ്, ഡ്രഗ് കാരിയർ ആണെന്നൊക്കെ പറഞ്ഞത് ഈ ഒരു അലിഗേഷൻ എന്റെ മുമ്പിൽ വെക്കുമ്പോൾ അവർ കൃത്യമായിട്ടുള്ള പ്രൂഫ് അതിന് വെക്കണം. ഒരാൾ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് അലക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒരുപാട് ആൾക്കാർ അങ്ങനെ അലക്കുന്നതിന്റെ ഭാഗമായിട്ട് എനിക്കത് ബുദ്ധിമുട്ടാവുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും തരാം, എല്ലാം പറയാം. ഇനിയിപ്പോ എനിക്ക് എസ്പെഷ്യലി സജ്നാനൂർ റസൂൽ പൂക്കുട്ടി വിഷയം സംസാരിച്ചിട്ടേ പറ്റുള്ളൂ. അപ്പം ഉറപ്പായിട്ടും ഞാൻ സംസാരിക്കുന്നതായിരിക്കും. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ. തീരുമാനമായി. ഇനി എന്തൊക്കെ കഥകളാണോ എന്തോ സജനനെ കുറിച്ച് പുറത്തു വരാതിരിക്കുന്നത്. എന്തുവാ സജന, ബോധമില്ലാത്തവളെ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? കുറച്ച് ബോധം വേണ്ടേ? നമ്മൾ എന്തേലൊക്കെ വിളിച്ചു പറഞ്ഞാ അതിനേക്കാൾ വലുതായിട്ട് ആൾക്കാർ പുറത്തു വരും എന്നുള്ള ആലോചിക്കാനുള്ള ഒരു വിവരം, ബോധം, കഴിവ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നും ഇല്ലാത്തതിന്റെ ആണ് ഈ കാണുന്നത്. കുറച്ചെങ്കിലും ഒന്ന് ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയൊന്നും ചെയ്യത്തില്ലായിരുന്നു. മനസ്സിലായോ? ഇത് ഒരു വീഡിയോ ചെയ്തിട്ടോ 2 വീഡിയോ ചെയ്തിട്ടോ നിർത്താൻ പറ്റുന്നതല്ല. കാരണം ഓരോ മിനിറ്റ് കഴിയുമ്പോഴും അത്രമാത്രം കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഇനി ഇത് ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അടുത്ത പ്രശ്നം വരുന്നത്. എന്ത് ചെയ്യാനാ? ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും മിക്കവാറും. ശരി എന്നാ.